വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വികസനം കൊണ്ടുവരാൻ കഴിയുന്ന പോർട്ടുകൾ ഒന്നായി മാറുകയും ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം കേരളത്തിനും രാജ്യത്തിനും അഭിമാനമായി മാറുന്നതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ചെറുതല്ല എന്നതിന് നേർസാക്ഷിയാണ് താൻ എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ.വി. തോമസ് പറഞ്ഞത്. കോൺഗ്രസ് വിട്ട് CPM-ൽ അഭയം ചോദിച്ചു ചെന്ന് CPM-ന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഡൽഹിയിൽ സുഖമായിരിക്കുന്ന വ്യക്തിയാണ് കെ.വി. തോമസ്. അദ്ദേഹം കൈപ്പറ്റുന്ന ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിവാദമായ ഒന്നായിരുന്നു. ജി സുധാകരൻ എന്ന CPM-ന്റെ മുതിർന്ന നേതാവ് കെ.വി. തോമസിനെതിരെ തുറന്നടിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും അതിന്റെ പ്രസക്തിയോടെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ കെ.വി. തോമസ് പറയുന്ന സത്യം വളച്ചൊടിക്കാൻ ആർക്കും സാധിക്കുകയില്ല. CPM-ന് ക്രെഡിറ്റായി അതിനെ കണക്കാക്കാനും സാധിക്കുകയില്ല. കാരണം ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ ദീർഘവീക്ഷണമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ കാരണം. അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കാതിരുന്നാൽ ചരിത്രം മാപ്പ് കൊടുക്കില്ല എന്ന് കെ.വി. തോമസിനറിയാം. കെ.വി. തോമസിന്റെ ഡൽഹിയിലെ വസതിയിൽ വെച്ച് അദാനിയുമായുള്ള കൂടിക്കാഴ്ചയുടെ കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ടാണ് അദ്ദേഹം ചില കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2015 കാലഘട്ടത്തിൽ ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള ടെൻഡർ വിളിക്കുമ്പോൾ ആ ടെൻഡറിൽ പങ്കെടുക്കാൻ കമ്പനികളിലൊന്നും തയ്യാറാവാതെ ഇരുന്നതിനെ കുറിച്ചും കെ.വി. തോമസ് പറയുന്നുണ്ട്. എന്നാൽ പലവിധ കമ്പനികളും അവരെ നേരിട്ട് ക്ഷണിച്ചാൽ മാത്രം ബിഡിങ്ങിൽ പങ്കെടുക്കുമെന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോയത്. ഇങ്ങനെ ഈ പോർട്ട് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ താനും ഉമ്മൻചാണ്ടിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഓർത്തെടുക്കുകയാണ് കെ.വി. തോമസ് മാഷ്. വർഷങ്ങൾക്കിപ്പുറം അതിന്റെ ക്രെഡിറ്റ് മുഴുവനായി അടിച്ചെടുക്കാൻ CPM നടത്തുന്ന PR വർക്കിന്റെ ഗതികേടിനെ കുറിച്ചാണ് കെ.വി. തോമസ് കൃത്യമായി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. MLA ആയും MP ആയും അതുപോലെ കേന്ദ്രമന്ത്രിയുമൊക്കെയായി കെ.വി. തോമസിന് കോൺഗ്രസ് നൽകിയ ആനുകൂല്യം ചെറുതല്ലാത്തതാണ്. ഇപ്പോഴെങ്കിലും ആ പഴയ കാലത്ത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തി അദ്ദേഹം UDF-ന്റെ കപ്പിത്താനായിരുന്നു കൊണ്ട് കെട്ടുറപ്പോടെ ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, അതും തുറമുഖ വികസനത്തിന് വേണ്ടി നിസ്വാർത്ഥമായ സേവനം നടത്തിയതിനെ കുറിച്ച് കെ.വി. തോമസ് ഓർത്തതിൽ അതിയായ സന്തോഷമുണ്ട് എന്നതാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത്. CPM ഒരക്ഷരം ഉമ്മൻചാണ്ടിയെ പറ്റി പറയാതിരുന്നപ്പോഴും കെ.വി. തോമസ് ഇടതുപക്ഷത്തെ തള്ളിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ ഉയർത്തിക്കാട്ടുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കെ.വി. തോമസ് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണോ എന്നതാണ് ആ ചോദ്യം. എന്നാൽ അത്തരത്തിൽ ഒരു സഹകരണം VD സതീശനോ K സുധാകരനോ തോമസ് മാഷോട് നടത്തില്ല എന്നത് ഉറപ്പാണ്. തോമസ് മാഷെ പോലുള്ള, പത്മജ വേണുഗോപാലിനെ പോലുള്ള, അനിൽ ആന്റണിയെ പോലുള്ള വർഗ വഞ്ചകർക്കെതിരെ എന്നേക്കുമായി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ വാതിലടച്ചിരിക്കുന്നത്.